2021 മുതൽ 2023 വരെ 10th മെയിൻ സിലബസിൽ, അതായത് LDCയുടെ സിലബസിൽ PSC നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷകളിലെയും മലയാളം ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക, പഠിക്കുക. ഇതിൽ നിന്നും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, അഗ്നി പര്യായ പദം എഴുതുക. അഗ്നി എന്ന വാക്കിൻ്റെ പര്യായ പദം എഴുതുക. ഓപ്ഷൻ എ അനിലൻ, ഓപ്ഷൻ ബി അനിലം, ഓപ്ഷൻ സി അനലൻ, ഓപ്ഷൻ ഡി അനിശം. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി അനിലമാണ്. ഓപ്ഷൻ ബി അനിലം. അടുത്ത ചോദ്യം, ലേഖകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം എഴുതുക. ലേഖകൻ സ്ത്രീലിംഗം എഴുതുക. ഓപ്ഷൻ എ ലേഖിനി, ഓപ്ഷൻ ബി ലേഖിക, ഓപ്ഷൻ സി ലേഖ, ഓപ്ഷൻ ഡി ലേഖനി. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ലേഖികയാണ്. ലേഖകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം ലേഖികയാണ്. അടുത്തത്, ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്തെഴുതുമ്പോൾ ഓപ്ഷൻ എ ശരത്ചന്ദ്രൻ, ഓപ്ഷൻ ബി ശരത് ചന്ദ്രൻ, ഓപ്ഷൻ സി ശരത് ചന്ദ്രൻ, ഓപ്ഷൻ ഡി ശരത്ചന്ദ്രൻ. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ശരത്ചന്ദ്രനാണ്. ശരത് പ്ലസ് ചന്ദ്രൻ എന്ന് ചേർത്ത് എഴുതുമ്പോൾ വരുന്നത് ശരത്ചന്ദ്രനാണ്. അടുത്തത്, ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്നത് ഏത്? ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദം ഇതിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ നിഷ്കാമം, ഓപ്ഷൻ ബി നിഷ്ഫലം, ഓപ്ഷൻ സി നിഷ്കൃതം, ഓപ്ഷൻ ഡി നിഷ്കൃപം. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ നിഷ്കാമമാണ്. ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദമാണ് നിഷ്കാമം. അടുത്ത ചോദ്യം, ശ്ലാഘ്യം എന്നതിൻ്റെ വിപരീത പദം എഴുതുക. ശ്ലാഘ്യം എന്നതിൻ്റെ വിപരീത പദം എഴുതുക. അതിൽ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഗാർഹ്യം, ഓപ്ഷൻ ബി ഗർഹ്യം, ഓപ്ഷൻ സി ഗ്രാഹ്യം, ഓപ്ഷൻ ഡി ഗൃഹ്യം. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഗർഹ്യമാണ്. ശ്ലാഘ്യം എന്നതിൻ്റെ വിപരീത പദം ഗർഹ്യമാണ്. അടുത്തത്, വാഗർത്ഥം പിരിക്കുമ്പോൾ. വാഗർത്ഥം എന്നുള്ളത് പിരിച്ചെഴുതുമ്പോൾ എന്താണ് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ എ വാഗ് പ്ലസ് അർത്ഥം, ഓപ്ഷൻ ബി വാഗ പ്ലസ് അർത്ഥം, ഓപ്ഷൻ സി വാഗ് പ്ലസ് അർത്ഥം, ഓപ്ഷൻ ഡി വാക്ക് പ്ലസ് അർത്ഥം. അതിൽ വാഗ് പ്ലസ് അർത്ഥമാണ് ആൻസറായിട്ട് വരുന്നത്. വാഗർത്ഥം പിരിച്ചെഴുതുമ്പോൾ വാക്ക് പ്ലസ് അർത്ഥമാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ശരിയായ വാക്യം എടുത്തെഴുതുക. താഴെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ വാക്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവൻ്റെ ഭാവിയെ പറ്റി ഓർത്തു ഞാൻ ആശങ്കാകുലനാണ്. ഓപ്ഷൻ ബി ഓരോ വീട് തോറും കയറണം. ഓപ്ഷൻ സി ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല. ഓപ്ഷൻ ഡി ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലേ നല്ലത്. ഇതിലേതാണ് ശരിയായിട്ടുള്ള വാക്യം? ഓപ്ഷൻ സി ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല. ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല എന്നതാണ് ശരിയായിട്ട് വരുന്ന വാക്യം. അടുത്ത ചോദ്യം, പൂജക ബഹുവചനത്തിന് ഉദാഹരണം താഴെ പറയുന്നതിൽ ഏതാണ്? പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ പെങ്ങൾ, ഓപ്ഷൻ ബി നിങ്ങൾ, ഓപ്ഷൻ സി ഞങ്ങൾ, ഓപ്ഷൻ ഡി കുഞ്ഞുങ്ങൾ. ഇതിൽ ഓപ്ഷൻ ബി നിങ്ങളാണ് ഉത്തരമായിട്ട് വരുന്നത്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഓപ്ഷൻ ബി നിങ്ങളാണ്. അടുത്ത ചോദ്യം, അർത്ഥവ്യത്യാസം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കന്ധരം ഗുഹ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ കന്ധരം എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ എ പല്ലക്ക്, ഓപ്ഷൻ ബി കഴുത്ത്, ഓപ്ഷൻ സി മുള, ഓപ്ഷൻ ഡി മുല്ല ആണ് തന്നിട്ടുള്ളത്. അതിൽ ആൻസറായിട്ട് വരുന്നത് ഏതാണ്? കന്ധരം കഴുത്താണ്. അടുത്ത ചോദ്യം, ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്ത്? ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ എ ദുർഘടമായ സ്ഥലം, ഓപ്ഷൻ ബി പ്രായോഗികമല്ലാത്തത്, ഓപ്ഷൻ സി ആശങ്കയുണ്ടാക്കുന്നത്, ഓപ്ഷൻ ഡി ദുരിതപൂർണമായ ഭാവനാലോകം. ദുരിതപൂർണമായ ഭാവനാലോകം. ഇതിലേതാണ് ആൻസറായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി പ്രായോഗികമല്ലാത്തത്. ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം പ്രായോഗികമല്ലാത്തത്. അടുത്ത ചോദ്യം, ഒറ്റപ്പദം എഴുതുക. അറിയാൻ ആഗ്രഹമുള്ള ആൾ. അറിയാൻ ആഗ്രഹമുള്ള ആൾ. ഓപ്ഷൻ എ പിപാസു, ഓപ്ഷൻ ബി പി പഠിച്ചു, ഓപ്ഷൻ സി ജിജ്ഞാസു, ഓപ്ഷൻ ഡി വിവക്ഷു. അറിയാൻ ആഗ്രഹമുള്ള ആൾ എന്ന വാക്കിൻ്റെ ഒറ്റപ്പദമാണ്
ഓപ്ഷൻ സി ജിജ്ഞാസു. അടുത്ത ചോദ്യം, തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഓപ്ഷൻ എ ആർ രാജരാജവർമ്മ, ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ, ഓപ്ഷൻ സി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്, ഓപ്ഷൻ ഡി കുമാരനാശാൻ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അടുത്ത ചോദ്യം, ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏത്? ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏത്? ഓപ്ഷൻ എ കടവടുപ്പിക്കുക, ഓപ്ഷൻ ബി അകം കൊള്ളുക, ഓപ്ഷൻ സി ശ്ലോകത്തിൽ കഴിക്കുക, ഓപ്ഷൻ ഡി അകത്തൊതുക്കുക. ഇതിൽ ആൻസറായിട്ട് വരുന്നത് കടവടുപ്പിക്കുക എന്നാണ്. കടവടുപ്പിക്കുക, ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ് കടവടുപ്പിക്കുക. അടുത്ത ചോദ്യം, പ്രാചി എന്ന വാക്കിൻ്റെ വിപരീത പദമായി വരുന്ന പദമേത്? പ്രാചി എന്ന വാക്കിൻ്റെ വിപരീത പദമായിട്ട് വരുന്ന പദം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ മദീശ, ഓപ്ഷൻ ബി പ്രതീജി, ഓപ്ഷൻ സി മരീചി, ഓപ്ഷൻ ഡി മുജരി. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി പ്രതീജിയാണ്. പ്രാചി എന്ന വാക്കിൻ്റെ വിപരീത പദമായി വരുന്ന പദമാണ് പ്രതീജി. അടുത്ത ചോദ്യം, ശാരിക എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദമേത്? ശാരിക എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ കീരം, ഓപ്ഷൻ ബി ചകോരം, ഓപ്ഷൻ സി ശുഗം, ഓപ്ഷൻ ഡി കിളി. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ചകോരമാണ് ആൻസറായിട്ട് വരുന്നത്. ശാരിക എന്ന വാക്കിൻ്റെ പര്യായ പദമായിട്ട് വരുന്ന വാക്കുകളാണ് ശുഗം, കിളി, കീരം എന്നൊക്കെ ഉള്ളത്. ഇനി അടുത്ത ചോദ്യം, വീട് പ്ലസ് പണി ചേർത്തെഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ വീട്ടുപണി, ഓപ്ഷൻ ബി വീടുപണി, ഓപ്ഷൻ സി വീട്ടുപണി, ഓപ്ഷൻ ഡി വീട്ടിപ്പണി. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി വീടുപണിയാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേമൻ എന്ന വാക്കിനെ പിരിച്ചെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കേമൻ എന്ന വാക്കിനെ പിരിച്ചെഴുതുക. ഓപ്ഷൻ എ കേമം പ്ലസ് അൻ, ഓപ്ഷൻ ബി കേമം പ്ലസ് അവൻ, ഓപ്ഷൻ സി കെ പ്ലസ് അൻ, ഓപ്ഷൻ ഡി കേമം പ്ലസ് ആൻ. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഏതാണ്? കേമൻ, കേമം പ്ലസ് അന്നാണ്. കേമം പ്ലസ് അന്നാണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ എ കേമം പ്ലസ് അൻ. ഇനി അടുത്ത ചോദ്യം, കർത്തൃ എന്ന പദത്തിൻ്റെ പുല്ലിംഗം എഴുതുക. കർത്തൃ എന്ന പദത്തിൻ്റെ പുല്ലിംഗം എഴുതുക. ഓപ്ഷൻ എ കവി, ഓപ്ഷൻ ബി കർമ്മി, ഓപ്ഷൻ സി കർത്താവ്, ഓപ്ഷൻ ഡി കവയിത്രി. ഇതിൽ കർത്തൃ എന്ന പദത്തിൻ്റെ പുല്ലിംഗമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി കർത്താവാണ്. കർത്തൃ എന്ന പദത്തിൻ്റെ പുല്ലിംഗമാണ് കർത്താവ്. അടുത്ത ചോദ്യം, തമ്പി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഏത്? തമ്പി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ നങ്ങ, ഓപ്ഷൻ ബി തങ്ക, ഓപ്ഷൻ സി തായ, ഓപ്ഷൻ ഡി ജായ. ഇതിൽ തമ്പി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമായിട്ട് വരുന്ന പദമാണ് തങ്ക. ഓപ്ഷൻ ബി തങ്കയാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, സാമാന്യ ലിംഗ ബഹുവചന രൂപമായ അവ എന്നതിൻ്റെ ഏകവചന രൂപം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? അവ എന്നതിൻ്റെ ഏകവചന രൂപമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ അവകൾ, ഓപ്ഷൻ ബി അത്, ഓപ്ഷൻ സി അതുകൾ, ഓപ്ഷൻ ഡി അപ്പോൾ. ഇതിലേതാണ് ശരിയായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി അത് എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്നത്. അവ എന്നതിൻ്റെ ഏകവചന രൂപമാണ് അത്. അടുത്ത ചോദ്യം, ഡാഷ് ആണ് ഉന്മീലനത്തിൻ്റെ വിപരീത രൂപം. ഡാഷ് ആണ് ഉന്മീലനത്തിൻ്റെ വിപരീത രൂപം. ഓപ്ഷൻ എ അനുക്രമം, ഓപ്ഷൻ ബി നിമീലനം, ഓപ്ഷൻ സി ലോചനം, ഓപ്ഷൻ ഡി ഉല്ലേഖം. ഇതിലേതാണ് ആൻസറായിട്ട് വരുന്നത്? ഉന്മീലനത്തിൻ്റെ വിപരീത രൂപമായിട്ട് വരുന്നത് നിമീലനമാണ്. നിമീലനമാണ് ഉന്മീലനത്തിൻ്റെ വിപരീത രൂപം. അടുത്തത്, കണ്ടു എന്നത് പിരിച്ചെഴുതുക. അത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ്. അതിൽ ഓപ്ഷൻ എ കൺ പ്ലസ് ഡു, ഓപ്ഷൻ ബി കൺ പ്ലസ് ഡു, ഓപ്ഷൻ സി കൺ പ്ലസ് തു, ഓപ്ഷൻ ഡി കാ പ്ലസ് ഡു. ഇതിലേതാണ് ആൻസറായിട്ട് വരുന്നത്? കണ്ടു ഈക്വൽ ടു കൺ പ്ലസ് തു. ഓപ്ഷൻ സി കൺ പ്ലസ് തു ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം,
കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ ആദർശം, ഓപ്ഷൻ ബി ദർപ്പണം, ഓപ്ഷൻ സി കണ്ണാടി, ഓപ്ഷൻ ഡി കൈതവം. ഇതിലേതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി കൈതവമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ആ പ്ലസ് അൻ അവൻ ഇവിടെ സന്ധി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ പ്ലസ് അൻ അവൻ ഇവിടെ ഏത് സന്ധിയാണ് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ ദ്വിത്വം, ഓപ്ഷൻ ബി ആദേശം, ഓപ്ഷൻ സി ആഗമം, ഓപ്ഷൻ ഡി ലോപം. ഓപ്ഷൻ എ ദ്വിത്വം, ഓപ്ഷൻ ബി ആദേശം, ഓപ്ഷൻ സി ആഗമം, ഓപ്ഷൻ ഡി ലോപം. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ആഗമമാണ്. ഇവിടെ വന്നിട്ടുള്ള സന്ധി ആഗമസന്ധിയാണ്. അടുത്ത ചോദ്യം, ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനമാണ്. താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ മുതലക്കണ്ണീർ, ഓപ്ഷൻ ബി കണ്ണിലുണ്ണി, ഓപ്ഷൻ സി ഉള്ളുകളികൾ, ഓപ്ഷൻ ഡി കണ്ടതും കേട്ടതും. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് കണ്ണിലുണ്ണിയാണ്. ഓപ്ഷൻ ബി കണ്ണിലുണ്ണി. അതായത് ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം കണ്ണിലുണ്ണി എന്നതാണ്. അടുത്ത ചോദ്യം, കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിൻ്റെ അർത്ഥം. ഓപ്ഷൻ എ കൊച്ചിയുടെ മഹാത്മ്യം, ഓപ്ഷൻ ബി കൊല്ലത്തിൻ്റെ വൈശിഷ്ട്യം, ഓപ്ഷൻ സി സമയദോഷം, ഓപ്ഷൻ ഡി കാഴ്ചയുടെ കുറവ്. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് ഓപ്ഷൻ എ കൊച്ചിയുടെ മാഹാത്മ്യം. അടുത്ത ചോദ്യം, മടി പ്ലസ് ശീല ചേർത്ത് എഴുതിയ രൂപം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ മടിശീല, ഓപ്ഷൻ ബി മടിച്ചീല, ഓപ്ഷൻ സി മടിശീല, ഓപ്ഷൻ ഡി മടിശീല. ഇതിൽ മടി പ്ലസ് ശീല മടിശീലയാണ്. ഓപ്ഷൻ ഡി മടിശീലയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളതിൽ ശരിയായ രൂപം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ യാദൃശ്ചികം, ഓപ്ഷൻ ബി യാദൃശ്ചികം, ഓപ്ഷൻ സി യാദൃശ്ചികം, ഓപ്ഷൻ ഡി യാദൃച്ഛികം. ഇതിൽ ഓപ്ഷൻ സി യാദൃശ്ചികമാണ് ശരിയായിട്ടുള്ള രൂപം. അടുത്തത്, കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ. ഓപ്ഷൻ എ പിബഡിഷു, ഓപ്ഷൻ ബി ബുബുഷു, ഓപ്ഷൻ സി പിപാസു, ഓപ്ഷൻ ഡി ദിദൃഷു. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ പിബാസു ആണ്. ഓപ്ഷൻ സി പിബാസു ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ ഫലമില്ലാതെ പ്രവർത്തിക്കുക, ഓപ്ഷൻ ബി കരുണ കാണിക്കുക, ഓപ്ഷൻ സി കേൾവിക്കുറവ്, ഓപ്ഷൻ ഡി ശ്രദ്ധക്കുറവ്. ഇതിൽ വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമാണ് ഓപ്ഷൻ എ ഫലമില്ലാതെ പ്രവർത്തിക്കുക. ഫലമില്ലാതെ പ്രവർത്തിക്കുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ 30 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ചോദ്യങ്ങളുമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചോദ്യങ്ങൾ നല്ലപോലെ നോക്കുക, ചെയ്ത് പഠിക്കുക, അതുപോലെ തന്നെ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക.